അതിന് സ്തോത്രം. ഒരു സന്ധ്യായാമം കൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ദൈവിക വൻ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾ സാംസ് ടിവിയിലൂടെ കേട്ട ലൈവ് ദൈവവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു, വിടുതലായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹവും ചിന്തയും ഈ വചനം കേട്ട് ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി തീർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം പേരുടെ കമൻറ്റുകളും അനേകം പേരുടെ പല വിധത്തിലുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് കാണുവാനും നിങ്ങളുടെ കമൻറ്റുകൾ വായിപ്പാനും പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള പലരും പല രീതിയിലും ആ വിഷയങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. ചിലർക്ക് കോപിഷ്ഠരായി തീർന്നിരിക്കും, ചിലത് കേട്ട് സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ഒരു കാര്യം മാത്രമേ, സത്യം മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ. കർത്താവിൻ്റെ വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിർമ്മലമായ സുവിശേഷം തെളിവുകൾ, വേദപുസ്തക അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തി ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി ഖണ്ഡനം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനും തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് കേട്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവഭാഗത്തേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, പാപികളായിരിക്കുന്നവർ പാപമോചനം ലഭിച്ച് പാപത്തെക്കുറിച്ചുള്ള ഞാൻ ചെയ്യുന്നത് എന്ത് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പാപമോചനം നേടുന്നുവെങ്കിൽ, മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ഈ ദിവസങ്ങൾ കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കേട്ട് നിങ്ങളുടെ സംശയങ്ങൾ വ്യക്തമായി ഞങ്ങളോട് അറിയിച്ചാൽ അതിനും കൃത്യമായി വേദപുസ്തകത്തിൽ നിന്ന് നിവാരണം നടത്തിക്കൊണ്ട് യഥാർത്ഥമായ ക്രിസ്തീയ സ്നേഹം രുചിച്ചറിഞ്ഞവരായി നിത്യയുടെ തുറമുഖത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ ഒരുങ്ങിക്കൂടാം എന്നുള്ള പ്രത്യാശയോടുകൂടി ഇന്ന് രാത്രികാലവും ദൈവവചനം ശുശ്രൂഷിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ആന്റണി ജോസഫ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. തുടർന്നുള്ള സമയം അദ്ദേഹത്തിൽ നിന്നും ഇന്ന് വീണ്ടും ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തുടർന്നുള്ള സമയം ശ്രേഷ്ഠദാസന് വേണ്ടി കൈമാറുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന് സ്തോത്രം. ഡോഗ്മയുടെ 33ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതേ ഫാദർ ഡാനിയൽ പൂവനത്തിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തുടരും. കത്തോലിക്ക മതത്തിൻ്റെ വിശുദ്ധ പാരമ്പര്യം, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഫേസ്ബുക്കിൻ്റെ അകത്ത് സുപ്രസിദ്ധ TV പ്രഭാഷകനും അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്ററുമായ സജിത്ത് ജോസഫും കുടുംബവും കത്തോലിക്ക സഭയിലേക്ക് എന്നുള്ള ടൈറ്റിൽ കണ്ട് ചില സ്നേഹിതന്മാർ എന്നെ ഈ വൈകിയ സമയത്ത് വിളിച്ചിട്ട് അദ്ദേഹം എന്തുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതിനെക്കുറിച്ചും കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് പറയണം എന്ന് ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത് ആ ഒരു നിലവാരത്തിലേക്ക് ആയിരിക്കും എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. ഈ സജിത്ത് കണ്ണൂർ എൻ്റെ ഒരു സ്നേഹിതൻ കൂടിയായിരുന്നു. നീണ്ട വർഷക്കാലം അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. എന്നാൽ അദ്ദേഹത്തെ 7 വർഷങ്ങൾക്ക് മുമ്പ് അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ സുപ്രസിദ്ധ TV പ്രഭാഷകനും അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്ററും എന്നുള്ള കാര്യം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഈ സഭയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളതാണ്. ഇനിയും നിരവധി ആളുകൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഴയതും പുതിയതും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്മാറ്റത്തിലേക്ക് പോയ അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സത്യവിശ്വാസം വിട്ട് യഥാർത്ഥമായ ദൈവവചനം വിട്ട് പോയ ഒത്തിരി പേരെ നമുക്ക് കാണാം. ഉദാഹരണങ്ങളായിട്ട് പുതിയ നിയമത്തിൽ തന്നെ നമുക്കെടുക്കാം. 1 കൊരിന്തിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ
അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പോൾ അവരെല്ലാം ദൈവശബ്ദം കേട്ട് ദൈവകൃപ കേട്ട് മിസ്രയീം വിട്ടു വന്നവരാ. പെസഹായും ചോരത്തളിയും ആചരിച്ച് മിസ്രയീം വിട്ട് അവർ മരുഭൂമിയിലേക്ക് വന്നവരാണ്. എന്നിട്ട് അവിടെ വായിക്കുന്നത്, എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അടുത്തത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്തത്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും അവരിൽ മിക്ക പേരിലും എന്ത് ചെയ്തില്ല? ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പുതിയ നിയമ വിശ്വാസികളോട്, എക്കാലത്തുമുള്ള ജീവനോട് കൂടിയിരിക്കുന്ന വിശ്വാസികളോട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുകയാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? അറിയാതിരിക്കരുത്. ഇതറിയണം. എല്ലാവരും അത് സ്തോത്രം മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും ഒക്കെ മോശയോട് ചേരുകയൊക്കെ ചെയ്ത ഒരേ ആത്മീയ പാനീയം അത് കുടിച്ചവരാണ്. പക്ഷേ അവരെ തള്ളിയിട്ട കാര്യം അറിയാതിരിക്കരുത്. അടുത്തത് വായിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. അടുത്തത്, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അടുത്തത്, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അടുത്തത്, എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിഗ്രഹാരാധികളാകരുത്. ഇപ്പൊ ഇദ്ദേഹം പോയിരിക്കുന്നതെല്ലാം വിഗ്രഹ ആരാധനയിലേക്കാണ് പോയത്. അത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞൊരു ദിവസം ഈ ദാനിയേൽ ഭവനത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ വിഗ്രഹം ഉണ്ടാക്കും. ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യമാണ്, 2000 വർഷത്തെ പാരമ്പര്യമാണ്. കാരണം ഞങ്ങൾ ദൈവത്തെ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ വിഗ്രഹം ഉണ്ടാക്കും. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. ആണിൻ്റെയെങ്കിലോ പെണ്ണിനെയെങ്കിലോ അത് മറ്റ് ഒന്നിൻ്റെയും സാദൃശ്യത്തിൽ രൂപമുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇടത്തേക്കാണ് ആര് പോയിരിക്കുന്നത്? സജിത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്? വിഗ്രഹാരാധികളാകരുത്. അടുത്തത് വായിച്ചേ. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ പരസംഗം ചെയ്യരുത്. അടുത്തത്, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്തത്, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. അടുത്തത്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. പത്യ ഉപദേശത്തിന് ഇങ്ങനെ അനേകർ വീഴുമെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധി ഉപദേശത്തിനായിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? തിരുവചനത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ചു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 12ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത വേണ്ട. അപ്പം നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്ത് ചെയ്യണം? വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. അതുകൊണ്ട് സജിത്തും കുടുംബവും ഒക്കെ വീണു. അദ്ദേഹത്തിന്റെ കൂടെ ശിങ്കിടികളായിരുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരൊറ്റ കുഞ്ഞുങ്ങളും പോകത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ആളുകളൊക്കെ പറയുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡില് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ. അകപ്പാട് അത് സ്തോത്രം എത്രയൊക്കെ ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വേറെ ആരും അസംബ്ലീസ് ഓഫ് ഗോഡിലെ ആരും ഒന്നും പോകത്തും പിടിക്കത്തുമില്ല. കാരണം ദൈവവചനം പഠിച്ചവരാണ്. അതുകൊണ്ട് അവരാരും പോകത്തില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-4 വാക്യത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വരുമ്പോൾ, കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ലോക അവസാനം എപ്പോഴായിരിക്കും സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള മറുപടിയിൽ കർത്താവ് പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അത് 24-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അടുത്തത്,
അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ തെറ്റിക്കാതെ. അപ്പൊ അന്ത്യകാലത്ത് തെറ്റിക്കുന്നവർ വരും. അപ്പൊ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. അടുത്തത് തെറ്റിച്ചുകൊള്ളാൻ സൂക്ഷിച്ചുകൊള്ളണം. എന്നിട്ട് അതിന്റെ 11ഉം 12ഉം വാക്യം വായിക്കുമ്പോൾ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അപ്പൊ ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്. അന്ന് അനേകരെ തെറ്റിക്കുവാൻ വേണ്ടി വന്നാൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ അതേ സ്തോത്രം ആളുകൾ കടന്നു വരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ 2 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ രസകരമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ കുറിച്ച് വളരെ നിശിതമായ ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം കുറിക്കുകൊള്ളത്തക്ക രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് 2 പത്രോസ് 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ, കണ്ടോ, ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോവും. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. കണ്ടോ? അപ്പോൾ അതേ സ്തോത്രം പിന്മാറി പോകുന്നവരെ കുറിച്ച് പറയുന്ന അതേ ഭാഗങ്ങളാ വായിച്ചേ. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അതവർക്ക് സംഭവിക്കും. അപ്പോൾ സജിത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം അതാണ്. അതുകൊണ്ട് അതേ സ്തോത്രം ഞങ്ങൾക്ക് ആർക്കും എന്തില്ല, ഒരു ഭാരവുമില്ല. അത് ഇതെല്ലാം സംഭവിക്കുമെന്ന് നേരത്തെ കണക്കുകൂട്ടിയ കാര്യമാണ്. 7 വർഷങ്ങൾക്ക് മുമ്പേ കണക്കുകൂട്ടിയ കാര്യമാണ്. ഇത് നേരത്തെ ആയില്ലല്ലോ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ സജിത്തിനെ നല്ല പരിചയമായിരുന്നു. സജിത്ത് പെനിയൽ ബൈബിൾ കോളേജിൽ പഠിച്ചാനന്തരം സഭാശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അറിവുകൾ ധാരാളം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ കടന്നു വന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ ഞാനും കുറവലങ്ങാട്ട് പല യോഗത്തിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കൃപാവരങ്ങളിൽ ശുശ്രൂഷയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇടയിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വചനം വലിയ കാര്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തത് മുഖാന്തരം ഇദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ കഴമ്പൊന്നും വാസ്തവത്തിൽ അത് ഇല്ലായിരുന്നു. എങ്കിലും അത് ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചില സൗഖ്യങ്ങളൊക്കെ നടക്കുന്നു, പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് ആളുകളത് അത്ര ഗവനിച്ചില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് താൻ പ്രസംഗിക്കുമ്പോൾ വചനത്തിന് വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ വചനം നന്നായിട്ട് അതിൻ്റെ മുൻപും പിൻപും ഒക്കെ ഒന്ന് നോക്കി ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രകൃതി അത് തനിക്ക് ഇല്ലായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പലപ്പോഴും വീഴ്ചകളൊക്കെ വന്നു ഭവിക്കുന്നത്. യഥാർത്ഥമായി ദൈവവചനം ഒരുത്തൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, ഈ ദൈവസഭയിൽ നിന്ന് പിന്മാറിപ്പോകത്തില്ല. കാരണം ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതും തിരുവചനത്തിൻ്റെ അതേ ഒരു 95% ഉപദേശങ്ങളിലും അതേ സ്തോത്രം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം പോകുന്നതുമാണ് പെന്തക്കോസ്ത് സഭകൾ. അപ്പോൾ തന്നെ മനസ്സിലാക്കണം,
തിരുവചനവുമായിട്ട് 90% യോജിച്ചു പോകാത്ത ഒരു മതമാണ് റോമൻ മതം എന്നുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം വചനത്താൽ ഒരു ആള് വീണ്ടും ജന്മം അത് നടന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? 1 പത്രോസിന്റെ ലേഖനം അതിന് 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ഇപ്രകാരമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിക്കണം. അതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് സഭകളിൽ പഠിപ്പിക്കാറുണ്ട്, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടും അടയാളങ്ങൾ കണ്ടും ചാടിക്കേറി വന്ന് അടുത്ത ഒരു അത്ഭുതം കാണുകയോ അടയാളം കാണുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്മാറിപ്പോകും. എന്നാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വചനത്തെ ഉറപ്പിക്കുവാനാ. നിങ്ങൾ എത്ര വലിയ കൃപാവരങ്ങളുടെ ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയായാലും നല്ല സാക്ഷ്യമുള്ള വ്യക്തിയായാലും ദൈവവചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതേ സ്തോത്രം, അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. കാരണം പാസ്റ്റർ മേവറീസിനെ തല്ലാൻ പോയി, അതേ സ്തോത്രം, അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് എനിക്കൊരു ചുക്കും അറിയത്തില്ലായിരുന്നു. കാരണം ഞാനൊരു കത്തോലിക്കനായിരുന്നല്ലോ. കത്തോലിക്കർക്ക് ബൈബിൾ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണല്ലോ. ഇന്ന് അച്ഛനും സജിത്തും ഒക്കെ പറയുന്നത് പോലെ ബൈബിളിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ബൈബിളിലെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തർക്കിക്കാൻ വരുമ്പോൾ വാദിക്കാൻ വരുമ്പോൾ ബൈബിളൊക്കെ ഒന്ന് വായിച്ചും വരുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒറ്റ ആഴ്ച കൊണ്ട് പുതിയ നിയമം വായിച്ചു തീർക്കുവാൻ കൃപയാൽ കർത്താവ് സഹായിച്ചു. ഇവരുടെ പെന്തക്കോസ്തുകാരുടെ ഉപദേശം ബാംഗ്ലൂരിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അവിടെ ധർമാരാം കോളേജ് എന്ന് പറയുന്ന ഈ വൈദികരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ബാംഗ്ലൂർ ഡയറിയുടെയൊക്കെ തൊട്ടടുത്ത്. അപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ഉപദേശം അവരുടെ അടുക്കൽ ചെന്ന് പറയും. അവിടുത്തെ ഉപദേശം ഈ പാസ്റ്ററോടും പെന്തക്കോസ്തുകാരോടും പറയും. ഇങ്ങനെ ദൈവവചനം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ കൃപയാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടയാക്കി. മാത്രമല്ല, ഞാൻ 4-3-7 വർഷം അത് ബൈബിൾ കോളേജിലും പഠിക്കുവാൻ കൃപയാൽ കർത്താവ് സഹായിച്ചു. അതിലൊക്കെ ഉപരിയായിട്ട് പുതിയതും പഴയതുമായിട്ടുള്ള 66 പുസ്തകങ്ങൾ ക്രമീകൃതമായിട്ട് ഒരു 41 പ്രാവശ്യം വായിപ്പാൻ സകല കൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. ചില ഇടങ്ങളിലൊക്കെ ഭാഗികമായിട്ട് ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുവാനും ദൈവം കൃപ ചെയ്തു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ അത് നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും അവനെ തുടച്ചു മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മലയിലെ ഗിരിപ്രഭാഷണത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഒന്നെടുക്കാമോ? അത് സ്തോത്രം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യത്തിൻ്റെ അകത്ത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇപ്രകാരം അത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. മത്തായി 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. അടുത്തത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. അടുത്തത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലുണ്ടല്ലോ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. നമ്മൾ വായിക്കുന്നുണ്ട് ഈ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യത്തിൻ്റെ അകത്ത് സഭയ്ക്കകത്ത് 5 കൂട്ടം ആളുകളെ ദൈവം തമ്പുരാൻ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? വചനം പഠിപ്പിക്കുവാൻ.
വല്ലോ കാറ്റിനാലും ഒലഞ്ഞു പോകാതിരിപ്പാൻ ദൈവവചനം നന്നായിട്ട് ഹൃദയത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നവർക്ക് മാത്രമേ അത് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് വായിച്ചാട്ട് അവിടെ വായിക്കുന്നില്ല. അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായി ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവർക്കും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴുന്ന ശിശുക്കളായിരിക്കാതെ തിരിയുന്ന ശിശുക്കളെ പോലെയാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരും. ഇപ്പോൾ സജിത്തിന് പറ്റിയത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് പോയി കഴിഞ്ഞും ഗ്രേസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും അത് ഉണ്ടാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്ലോറിയസ് ഗോസ്പലിൽ പോയി ഇപ്പോൾ കത്തോലിക്കായിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. അപ്പം ഓരോ കാറ്റിനാലും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അതേ വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. എല്ലാം അദ്ദേഹം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ് ഇങ്ങനെ ആടി ഉലയുമാറ് ഉപദേശങ്ങളിൽ അത് വ്യാജ്യം ചേർത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ സത്യാത്മാവല്ല എന്നുള്ള കാര്യം മറന്നുപോകരുത്. ദൈവത്തിൻ്റെ വചനം ഉള്ളിലുണ്ടെങ്കിൽ ഏതു കൊടിയ സാത്താനെ പോലും പരാജയപ്പെടുത്താമെന്ന് നമ്മളുടെ രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തു കാണിച്ചു തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിനെ പരീക്ഷിക്കുവാൻ കടന്നു വന്ന പിശാചിനെ, സാത്താനെ പരാജയപ്പെടുത്തിയത് ദൈവവചനത്താല. അത് നിങ്ങൾക്കില്ലല്ലോ, ഈ പറയപ്പെടുന്ന കത്തോലിക്കർക്കില്ലല്ലോ. കത്തോലിക്കരുടെ അത് നിഘണ്ടുവിൻ്റെ അകത്ത് പാരമ്പര്യങ്ങളാണല്ലോ കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് തോൽപ്പിച്ചത് എങ്ങനെയാണെന്നറിയാവോ? ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യത്തിന്റെ അകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അടുത്തത്, അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അടുത്തത്, അതിനെ അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. എവിടെ എഴുതിയിരിക്കുന്നു? തിരുവെഴുത്തിന്റെ അകത്ത്. അപ്പം ഫാദർ ദാനിയൽ അത് ഭുവനത്തിൽ ഓർക്കണം, തിരുവചനമാണ് ആദ്യം ഉണ്ടായിരുന്നത്, സഭ പിന്നീട്. സഭ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന്. അതുകൊണ്ട് സഭയെ പണിതത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിലാണ് ദൈവസഭ അത് ഉടലെടുത്തത്. അതിനുശേഷം ഉദ്ഘാടനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. അതുകൊണ്ട് ഈയിടെയും അദ്ദേഹം വെച്ചുകീച്ചുന്നത് കണ്ടു, സഭയാണ് ആദ്യം ഉണ്ടായത്, മറിച്ച് ദൈവത്തിൻ്റെ തിരുവഴുത്തല്ല എന്ന്. എൻ്റെ അച്ഛ, ഇത് 21-ാം നൂറ്റാണ്ടാ. പോയി ബൈബിള് വായിച്ചു പഠിക്ക്. പാരമ്പര്യം പഠിക്കാതെ ബൈബിള് വായിച്ചു പഠിക്ക്. ബൈബിളിൻ്റെ അകത്ത് ഒത്തിരി അത് തിരുവഴുത്തുകളെ നിവർത്തിപ്പാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. സാക്ഷാൽ ദൈവസഭ സ്ഥാപിക്കുവാൻ വന്ന യേശു കർത്താവ് തിരുവഴുത്തുകളെ ഉറപ്പിക്കുവാനാണ് വന്നത്. അല്ലെങ്കിൽ അച്ഛൻ വായിച്ചു നോക്ക്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 18-19 വാക്യത്തിൻ്റെ അകത്ത് ഇപ്രകാരമാണ് വായിക്കുന്നത്. വായിച്ചാട്ട്.
സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ അവിടെ എല്ലാം പറയുന്നത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. അത് തിരുവഴുത്തിന് മാറ്റം ഭവിച്ചുകൂടാ. ഒന്നുകൂടെ ഞാൻ അത് ഓർപ്പിക്കട്ടെ. നമ്മൾ അത് സ്തോത്രം ഈ 1229 സാധാരണക്കാരന് ബൈബിൾ എന്ത് ചെയ്തു? നിരോധിച്ചു. വേദപുസ്തകത്തെ നിരോധിക്കപ്പെട്ട പുസ്തകമായി വലൻസിയൻ കൗൺസിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ ഈ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നില്ല കത്തോലിക്ക മതം. അതിലേക്കാണ് ആര് ചെന്നിരിക്കുന്നത്? ഈ സജിത്ത് കണ്ണൂർ ചെന്നിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുക, കർത്താവ് പോലും ഈ പരീക്ഷകനെ, അതുപോലെ തന്നെ സാത്താനെ ജയിച്ചത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉള്ളിലില്ലാത്തിടത്തോളം കാലം ഓരോ ഉപദേശത്തിനനുസരിച്ച് അതാണ് ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് പോകുവാനിടയാണ്. അതുപോലെ ഈ ആത്മീയത്തിൽ ശിശുവായിരുന്നു ആരാ? സജിത്ത്. ആത്മീയത്തിൽ ശിശുവുണ്ട്. അതുപോലെ തന്നെ നല്ല കരുത്തന്മാരായ ആളുകളുമുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 മുതൽ വാക്യത്തിൻ്റെ അകത്ത് വായിക്കുന്നത് പ്രകാരമാണ്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് വായിച്ചാട്ട്. അവിടെ വായിക്കുന്നു, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്നതുപോലെ അല്ല, ജഡികന്മാരോട് എന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരോട് എന്നതുപോലെയാണ് സംസാരിക്കാൻ കഴിയുന്നത്. ഭക്ഷണമല്ല. ഈ ദൈവവചനമൊക്കെ നല്ലപോലെ കൈക്കൊണ്ടില്ലെങ്കിൽ എന്നും ശിശുവായിട്ടിരിക്കും. അതും ശരിയാണ്, ഇതും ശരിയാണ്. വിവേചിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടും. അപ്പം 2 കാര്യത്തിലാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് വിവേചിക്കുവാനുള്ള കഴിവ് വാസ്തവമായും കൊടുക്കും, സത്യം ഏതാണെന്ന് വെച്ചാൽ അത് വിശ്വസിക്കാൻ. എന്നാൽ വ്യാജ്യം കയറിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാണെന്ന് തോന്നും. അതുകൊണ്ട് സജിത്ത് ചെയ്യേണ്ടിയിരുന്നത് ഈ ദൈവവചനത്തിലൂടെ വളർന്നു വരണമായിരുന്നു. അത് സംഭവിച്ചില്ല. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ വാക്യത്തിനകത്ത് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഒന്ന് വായിക്കാമോ? 2-ന്റെ 1 മുതൽ. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അല്ല, 2-ന്റെ 1 മുതൽ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. അത് കുടിച്ചില്ല. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു വളർന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതും ശരി, ഇതും ശരി, ഞാൻ പറയുന്നതെല്ലാം ശരി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോകുവാനിടയായി. അത് സജിത്തിൻ്റെ മാത്രം കുഴപ്പമല്ല. നമുക്ക് ഈ കർത്താവിൻ്റെ കാലത്ത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വലിയ ഉപദേഷ്ടാവ്, പരീശന്മാരുടെ വലിയൊരു ഉപദേഷ്ടാവ്, അദ്ദേഹത്തിനും പലതും അറിയത്തില്ലായിരുന്നു. അതിലൊന്ന് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് 3-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? ഈ ദേഹം അതിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യം കൂടെ യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ?
അസംബ്ലീസ് ഓഫ് ഗോഡിലെ അതേ ഒരു ശുശ്രൂഷകനായിരുന്നിട്ടും സജിത്തെ ഈ വേദപുസ്തകം നല്ലപോലെ അറിയുന്നില്ലയോ എന്ന് ഞാനും ചോദിക്കുക. അറിയാത്തത് കൊണ്ടാണ് ഈ തെറ്റിപ്പോയത്. ഇദ്ദേഹം ഭയങ്കരം ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ അറിയാമെങ്കിലും അറിയേണ്ടതറിഞ്ഞില്ല. ഇവൻ ഭയങ്കര ഉപദേഷ്ടാവ്, ഭയങ്കരം പ്രസംഗമാണ്, ഭയങ്കരം യോഗങ്ങൾ നടത്തുക, ഭയങ്കരം പരിപാടികളായിരുന്നു. കർത്താവ് അവൻ്റെ അവസ്ഥകളെ അറിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതൊന്നും അറിയുന്നില്ലേ? ഇന്നും ദൈവം തമ്പുരാൻ അത് സജിത്തിനോട് ചോദിക്കുന്ന ചോദ്യവും വേറൊന്നുമല്ല. സജിത്തേ, നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് കർത്താവ് വാസ്തവമായും ചോദിക്കുകയാ സജിത്തിനോട്. എന്താ ചോദിക്കുന്നത്? ബുദ്ധിയില്ലാത്ത സജിത്തെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിന്റെ കണ്ണിന് മുമ്പ് വരച്ചു കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരാ? ഏത് കൊടിയ പിശാച, ഏത് ആഭിചാരകനാ, ഏത് നേർച്ചക്കാരനാ, ഏത് കാഴ്ചക്കാരനാ ഈ മയക്കിയത്? അടുത്തത്, ഞാൻ ഇതൊന്നും മാത്രം ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്, താങ്കൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ ചൊല്ലും ചൊലുത്തിനാലുമോ? അടുത്തത്, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് 40-21 ഇരുന്ന് അതേ സ്തോത്രം പ്രാപിച്ചിട്ട്, അതേ സ്തോത്രം വാചനം ഉള്ളിൽ ഇല്ലാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അതെല്ലാം നഷ്ടമായി. പിശാച് അതേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെ തകർത്തു കളഞ്ഞില്ലേ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആത്മീയ ജീവിതം? ആത്മാവിൽ ആരംഭിച്ചിട്ട്, വായിച്ചേ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിപ്പിക്കുന്നു. നിങ്ങൾ പ്രാപിച്ച അന്യഭാഷ ഞായറാഴ്ച അവരുടെ കുർബാനയ്ക്ക് അതേ സ്തോത്രം ആ ആരാധനയുടെ സമയത്തൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ സജിത്തെ? നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഭാര്യയ്ക്കോ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? നിങ്ങൾ പോയിരിക്കുന്ന ഇടം എപ്രകാരമുള്ള ഇടമാ? 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം 26 പോലെയുള്ള ഒരു ഇടമാണോ നിങ്ങൾ കൂടി ചെല്ലുവാൻ പോകുന്ന അതേ സ്ഥലം? കത്തോലിക്കാരിലേക്ക് ചേർന്നല്ലേ പറയുന്നത്? കത്തോലിക്കർക്ക് ചേർന്നെങ്കിൽ കത്തോലിക്കരുടെ കൽപ്പനകളും കത്തോലിക്കരുടെ ചട്ടവട്ടങ്ങളും എല്ലാം നിങ്ങൾ ആചരിക്കണം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കൂടി വരുമ്പോൾ ആകിയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയ വർധനവിനായിട്ടുതകട്ടെ. ഇത് വല്ലോ ആണോ അവിടെ നടക്കുന്നത്? അവിടെ വന്നോണം, നിന്നോണം, കണ്ടോണം, കൊണ്ടോണം, പൊക്കോണം, 5 ഓണം അല്ലാതെ സജിത്ത് നിന്റെ കളിയൊന്നും അവിടെ നടക്കത്തില്ല. ഹയറാർക്കി സിസ്റ്റം അവിടെ, ഏകാധിപത്യ വ്യവസ്ഥ അവിടെ ഈ ദൈവത്തിൻ്റെ വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നിന്ന് 32-ാമത്തെ എപ്പിസോഡ് ഞാൻ പ്രക്ഷേപണം ചെയ്ത അത് കേട്ടിട്ട് ഒരു കത്തോലിക്കൻ എന്നെ വിളിച്ചേച്ചും ഭയങ്കരം തേറി. അപ്പം ഞാൻ പറഞ്ഞു, അത് കത്തോലിക്കർക്ക് എല്ലാത്തിനും ഇങ്ങനെ വിശുദ്ധന്മാരുണ്ടല്ലോ. ഇപ്പോൾ കുടിയൻ ഒരു വിശുദ്ധൻ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചല്ലോ. കുടിക്കാമെന്ന് പറഞ്ഞ കനാനയിലെ അച്ഛൻ, അദ്ദേഹമാണ് കുടിയന്മാരുടെ വിശുദ്ധൻ. അതുപോലെ ചീത്ത വിളിക്കുന്നവരുടെ വിശുദ്ധനായിട്ട് ഞാൻ താങ്കളെ അങ്ങ് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. 2 തെറിയും കൂടെ എന്നെ പറഞ്ഞു. അപ്പം തെറികൾക്കുള്ള ഒരു വിശുദ്ധനായിട്ട് അദ്ദേഹത്തെ താമസം വിന ഞാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച്, ഇവിടെ ഈ തിരുവചനം അങ്ങോട്ട് നന്നായിട്ട് മനസ്സിലായാൽ അതേ സ്തോത്രം ആരും എന്ത് ചെയ്യത്തില്ല, സഭ വിട്ടു പോകത്തില്ല. പ്രാകൃതമായ
ബാബിലോണിയ മതമാണ് കത്തോലിക്ക മതം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോകുന്നത്. എത്രയോ ആയിരങ്ങൾ കത്തോലിക്ക മതത്തിൽ നിന്ന് ഈ വേദപുസ്തകം വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു. ഇന്ന് വരെ ലവലേശം അത് കൊള്ളാമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. കാരണം എന്നാ? ബൈബിൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ബൈബിൾ ഞങ്ങൾ വായിച്ചതാ. ബൈബിളിലെ 95% കാര്യം അതേ എതിർത്ത് അത് നിൽക്കുന്നതാണ് കത്തോലിക്ക മതം. നല്ല ബൈബിൾ പറയുന്ന ഉപദേശത്തിൽ നിലനിൽക്കുന്നതാണ് പെന്തക്കോസ്ത് സഭ. ഇത് വിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങോട്ട് കർശനമായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് അപ്പം തിന്നാൻ വന്നവരും വീട് വെക്കാൻ വന്നവരും ഒക്കെ വിട്ടുപോകുന്നത് കണ്ടിട്ട് അത് ശിഷ്യന്മാരും ചോദിച്ചു, കർത്താവേ അവരെല്ലാം വിട്ടുപോയല്ലോ, നീ സ്വല്പം മയത്തിലൊക്കെ ഒന്ന് പ്രസംഗിക്കാൻ മേലെ എന്നുള്ള ധ്വനിയാണ് അവിടെ ഉപയോഗിച്ചത്. ഉടനെ കർത്താവ് പറഞ്ഞതെന്നറിയാം, ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കും പോകാം. ഉടനെ ശിഷ്യന്മാരിൽ ഒരുത്തൻ അത് ചാടിക്കേറി പറഞ്ഞു, കർത്താവേ ജീവന്റെ മൊഴികൾ നിന്റെ അടുക്കലുണ്ടല്ലോ, ജീവന്റെ മൊഴികൾ. ഇന്ന് രാത്രിയിൽ ജീവന്റെ മൊഴിയുള്ള ഒരുത്തനും എന്ത് ചെയ്യത്തില്ല, ഈ സത്യ സഭയിൽ നിന്ന്, വിശുദ്ധ സഭയിൽ നിന്ന്, തിരുസഭയിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് ഈ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെ ആർക്ക് വന്നു ഭവിച്ചു? സജിത്തിന് വന്നു ഭവിച്ചു. മാത്രമാണോ? 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിന്റെ അകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിച്ചാൽ, എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തും കണ്ടാൽ കൊള്ളായിരുന്നു. അടുത്തത്, അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എല്ലാവരെയും പൗലോസ്ലീഹ പറയുകയാണ്, നിർമ്മല കന്യകയായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അടുത്തത്, എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെട്ടു. അത് സംഭവിച്ചു, സജിത്തിൽ സംഭവിച്ചു. എന്ത് ചെയ്തിരിയാവോ? ഏകാഗ്രത വിട്ടു, യേശുവിൽ നിന്നങ്ങ് വിട്ടു. ഇനിയും ചെല്ലുമ്പോഴത്തേക്ക് എത്ര വിശുദ്ധന്മാരാ, എത്ര പുണ്യവാളന്മാരാ, എത്ര വാഴ്ത്തപ്പെട്ടവരാ ദൈവത്തിൽ നിന്നും അകറ്റി അവരെ എല്ലാം സേവിക്കാൻ പോവുക. അത് യേശുക്രിസ്തുവിന് എന്ത് പ്രാധാന്യതയാണ് കത്തോലിക്കൻ്റെ കുരിശുവരയിലുള്ളത്. മാതാവിനല്ലേ പ്രാധാന്യതയുള്ളത്? കർത്താവിന് എന്തെങ്കിലും പ്രാധാന്യതയുണ്ടോ? ദൈവമായിരുന്ന യേശുക്രിസ്തു ജഡത്തിൽ അവതരിച്ച് 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് മാനവജാതിയുടെ മുഴുവൻ പാവവും ശാപവും രോഗവും ഏറ്റെടുത്ത് പടഞ്ഞു മരിച്ച യേശു അവിടെ കിടക്കുന്നു. അത് മാതാവ് അവിടെ കിടക്കുന്നു. അപ്പോൾ മാതാവിന് ഭയങ്കര പ്രാധാന്യവും, അത് യേശു ക്രിസ്തുവിന് ഒരു പ്രാധാന്യവുമില്ലാത്ത മതത്തിലേക്കല്ലേ താങ്കൾ പോയിരിക്കുന്നത്? ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും എന്ത് ചെയ്തു? നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെയും പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പൊ അതിലേക്ക് അങ്ങ് പോയി. വേറൊരു ക്രിസ്തു, വേറൊരു ആത്മാവ്, വേറൊരു ബൈബിള്. അതിലാണ് ഇപ്പോൾ ആരായിരിക്കുന്നത്? സജിത്ത് കണ്ണൂർ ആയിരിക്കുന്നത്. എന്നിട്ട് ഇത് ആഹ്വാനം ചെയ്യുന്നത്, ജനത്തോട് ആഹ്വാനം ചെയ്യുന്നത് എന്താണെന്നറിയാവോ? വായിച്ചേ, അവിടെ വായിക്കുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെ. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം വായിച്ചു നിർത്തിയേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് തന്നെ ലൈവിൽ വന്നത്. ഈ ദുരുപദേശം ഇങ്ങനെ പടർന്ന് പിടിപ്പിച്ച് പോകുന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അത് സ്തോത്രം, പൊറുക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കാൻ പറ്റത്തില്ല. ഈ സത്യ ഉപദേശം മറ്റുള്ളവരെ കേൾപ്പിക്കണമെന്ന് വിചാരിച്ചാണ് ലൈവിൻ്റെ അകത്ത് വരുവാനിടയായി തീർന്നത്.
അടുത്തത് നമ്മൾ വായിക്കുന്നു എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന് 4 മുതൽ 8 വരെയുള്ള വാക്യത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർ ഒറ്റയ്ക്ക് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അടുത്തത്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. എത്രയാ അതിന്റെ അവസാനം സജിത്തെ വരാൻ പോകുന്നത് തമ്പുരാൻ ചുട്ടുകളയും എന്നാണ് ഞാനല്ല പറയുന്നത്, മാറ്റമില്ലാത്ത തിരുവചനം വളരെ വ്യക്തമാക്കുന്നത്. ഇനിയും ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതും എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചതുമായ കാര്യം, സുപ്രസിദ്ധ TV പ്രഭാഷകനും അസംബ്ലീസ് ഓഫ് ഗോഡ് പാസ്റ്ററുമായ സജിത്ത് ജോസഫും കുടുംബവും കത്തോലിക്ക സഭയിലേക്ക് എന്ന ഹെഡിങ്. കത്തോലിക്ക സഭയല്ല, മതമാ. അത് തെറ്റിദ്ധാരണയാണ്. സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. ബൈബിളിലെ പുതിയ നിയമപ്രകാരം ലോക ജനതയെ 3ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 32-ാമത്തെ വാക്യം. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിന് 32-ാമത്തെ വാക്യം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. 3 കൂട്ടം ആളുകൾ. ഒന്ന് യഹൂദന്മാര്, 2 യവനന്മാര്, 3 ദൈവസഭ. അപ്പം ഗോത്രപിതാവായ യാക്കോബിനെയും തൻ്റെ സന്തത പരമ്പരയിൽപ്പെട്ട ആളുകളെയുമാണ് യഹൂദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരിൽ ഉൾപ്പെടാത്ത എല്ലാവരെയും ജാതികൾ അല്ലെങ്കിൽ യവനന്മാർ എന്നാണ് അറിയുന്നത്, ജാതികൾ. അപ്പം ഈ യഹൂദനിൽ നിന്നും ഈ ജാതികളിൽ നിന്നും എന്തു ചെയ്തു? യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷം കേട്ടു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യപ്രകാരം, റോമർ 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യപ്രകാരം അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു വേദഭാഗമാണ്. റോമർ 10:9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. നീ രക്ഷിക്കപ്പെടും. വ്യക്തിപരമാണ് രക്ഷ എന്നുള്ളത്. നീ രക്ഷിക്കപ്പെടും. ഞാൻ രക്ഷിക്കപ്പെടുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടണമെന്നില്ല, എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെടണമെന്നില്ല. വ്യക്തിപരമായിട്ട് യേശുവിനെ ആര് കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അതുവരെയും മനുഷ്യൻ പാപിയായിരുന്നു. വേദപുസ്തകം വിളിച്ചു പറയുന്നത് റോമർ 3 അതിൻ്റെ 10-ാമത്തെ വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 23-ാമത്തെ വാക്യം, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു. 6-ാം അധ്യായം റോമർ 6:23, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അങ്ങനെ ആയിരുന്ന വ്യക്തിയെ രക്ഷിക്കുവാനായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പാപികളായിരിക്കുന്ന ശാപത്തിലും രോഗത്തിലുമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ വിടുവിക്കുവാൻ യേശു ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ കർത്താവായ യേശു ക്രിസ്തു കാൽവരി മരണത്തിലൂടെ നമുക്ക് രക്ഷ സൗജന്യമായിട്ട് തന്നിരിക്കുക. അതിനൊറ്റ കാര്യം, പിശാചിനെ നമ്മൾ ഉപേക്ഷിക്കണം, അവൻ്റെ പ്രവൃത്തികളെ നമ്മൾ ഉപേക്ഷിക്കണം. അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് ദൈവവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നമ്മൾ ദൈവ മക്കളായിത്തീർന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ എന്തു ചെയ്യും?
അത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 47-ാം വാക്യം, 47-ാമത്തെ വാക്യം വായിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ, കണ്ടോ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത്. അപ്പൊ സഭയോട് ചേർക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെയാ. അതുകൊണ്ട് കത്തോലിക്ക മതത്തിൽ രക്ഷയുമില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ അവരൊരു കൂട്ടമാണ്, അല്ലാതെ സഭയല്ല. സഭയെന്ന് പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ ഭൂതലത്തിലുള്ള സർവ്വജാതികളിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും കർത്താവിനോട് ചേർന്നിരിപ്പാൻ സുവിശേഷത്താൽ പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൽ 9-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഇപ്രകാരം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദൈവസഭ എങ്ങനെയുള്ളതാണ്? ഇത് വെളിപ്പാട് പുസ്തകം 5:9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കണ്ടോ, അപ്പൊ യേശുവിന്റെ രക്തത്താൽ വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് എന്തത്? ദൈവസഭ. അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. യേശുവിൻ്റെ പാപത്തിനു വേണ്ടി കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുന്ന അവരാണ് തിരുസഭയുടെ അംഗങ്ങൾ, അല്ലാത്തവരല്ല എന്ന് മനസ്സിലാക്കണം. ആ സഭയ്ക്ക് ഗ്രീക്കിൽ പല പേരുകളുണ്ട്. അതിലേറ്റവും കൊള്ളാവുന്ന പേരാണ് കുറിയാക്കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വക, കർത്താവിനുള്ളത് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും മറ്റെല്ലാറ്റിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കർത്താവിന് വേണ്ടി മാത്രം വേർതിരിയപ്പെടുന്ന ഒരു പദമാണ് കുറിയാക്കോൺ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. 2-ാമത്തെ പദമാണ് എക്ലീഷ്യ എന്ന പദം. യക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്നും കാലിയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നുമാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എക്ലീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? സഭയെന്ന് പറയുന്നത്. അങ്ങനെ പറയണം കത്തോലിക്കയിലില്ല. കത്തോലിക്ക കുറച്ച് കൂട്ടമുണ്ട്, അല്ലാതെ യഥാർത്ഥ സഭ തിരുസഭ എന്ന് പറയുന്നത് ഈ അനുഭവം പ്രാപിച്ചവരായിരിക്കും തിരുസഭ. അല്ലാത്തവരാരും തിരുസഭയുടെ അംഗങ്ങളല്ല. തിരുസഭയുടെ അംഗമാകണമോ? രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. ഇനി കത്തോലിക്ക മതം എന്ന് പറയുന്നത് അത് തുടങ്ങിയത് AD 313. അപ്പോൾ അതിലേക്കാണ് ആര് ചേർന്നിരിക്കുന്നത്? ഈ സജിത്ത് കണ്ണൂർ AD 313 തുടങ്ങിയ മതത്തിലേക്കാണ് അദ്ദേഹം ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് പറ്റിയ അതേ സ്ഥലമാണ്. കാരണം ഈ നിർമ്മിത കഥകളെല്ലാം അദ്ദേഹത്തിന് പറയുവാൻ പറ്റുമല്ലോ. മാത്രമാണോ താൻ പിടിച്ചിരിക്കുന്നത് പുളിങ്കമ്പേല. ഈ ഷിബു പീഡിയക്കൽ ഓർത്തഡോക്സ് സഭയിലേക്കാണ് പുള്ളി പോകുന്നത്. അപ്പോൾ ഓർത്തഡോക്സും യാക്കോബയും തമ്മിൽ പൂര അടിയല്ലേ, ഭയങ്കര അടിയല്ലേ. കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മളുടെ ഈ കൊട്ടാരക്കരയിൽ അവർ കൊടിയുമേന്തി രാഷ്ട്രീയക്കാർ സിന്താവ വിളിക്കുന്നത് പോലെ സിന്താവ വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. സഭ എവിടെ അടക്കും എന്നുള്ള തേങ്ങലിലാണ് പല മരിക്കാറായി കിടക്കുന്നവരും. സഭക്കോട്ടയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പ്രശ്നമാണെങ്കിലും അദ്ദേഹം പറയുന്നത് ഓർത്തഡോക്സ് ആണ് നല്ലത്, ഞങ്ങൾ പാരമ്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷിബു ചേക്ക കയറിയിരിക്കുന്നത് ഓർത്തഡോക്സിൽ. പാവം ഒരു ജോൺ ലോറൻസ് ഉണ്ട്. എൻ്റെ ഒരു അപേക്ഷ, യാക്കോബക്കാരെങ്കിലും അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അങ്ങ് എടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ത്രിമൂർത്തികളായി, ഒരുത്തൻ കത്തോലിക്കായിൽ, ഒരുത്തൻ ഓർത്തഡോക്സിൽ, ഒരുത്തൻ യാക്കോബയിൽ. അപ്പം കോറം തികഞ്ഞു. എന്നിട്ട് ഇനിയും അത് രസകരമായ കാര്യം, സജിത്ത് ഭയങ്കര ക്രിക്കറ്റ് മൈൻഡ് ഉള്ളവനാ. കയറി പിടിച്ചത് പുളിങ്കൊമ്പേല. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് സ്വല്പമൊക്കെ വചനം അറിയാം. കാരണം 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം അദ്ദേഹത്തിന് നല്ല തിട്ടമാണ്. താൻ ഭോഗത്തിൽ നിന്ന് നല്ല
തിട്ടമുള്ളത് കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ഒന്ന് വായിച്ചേ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എന്ത് ചെയ്യും? മേഘത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്ന് കർത്താവ് വന്നാൽ സജിത്ത് പോകത്തില്ല, ഷിബുവും പോകത്തില്ല, ലോറൻസും പോകത്തില്ല. അപ്പം പിന്നെ അദ്ദേഹത്തിനറിയാം, സജിത്തിനറിയാം, എന്താ അറിയാവുന്നത്? എല്ലാ കൈവിടപ്പെട്ടു പോയ ക്രിസ്ത്യാനികളും റോമൻ മതത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും, പോപ്പിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. അപ്പം ആദ്യമേ പോയെന്ന് മാത്രമേ ഉള്ളൂ. ആരാ? സജിത്ത് കണ്ണൂർ. ഈ ഷിബു പീഡിയക്കിലും ഒക്കെ ഓർത്തഡോക്സുകാരും ഒക്കെ കൈവിടപ്പെട്ടു പോകുന്ന പെന്തക്കോസുകാർ ഉൾപ്പെടെ എവിടെ പോകും? ഈ കത്തോലിക്ക മതത്തിൽ ചെല്ലും, പോപ്പിൻ്റെ അടുക്കൽ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം നേരത്തെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താൻ പിടിച്ചിരിക്കുന്നത് എവിടെയാണ്? പുളുങ്കമ്പിലാണ് താൻ അത് പിടിച്ചിരിക്കുന്നത്. ഇനി കത്തോലിക്കയിലാകുമ്പോൾ വലിയ വ്യത്യാസമൊന്നും മറ്റു മതങ്ങളിൽ നിന്നും ഇല്ലല്ലോ. ഉദാഹരണമായിട്ട് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ ഈ ഇന്നത്തെ ഈ സജിത്തിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് ഒന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ റോമൻ കത്തോലിക്ക മതവും ഹൈന്ദവ മതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് നിർമ്മിത കഥകളൊക്കെ പ്രചരിപ്പിച്ച് ഇങ്ങനെ നടക്കാം. ഒത്തിരി ആളുകളെയൊക്കെ കിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഇത് കേൾക്കാൻ. പെന്തക്കോസ്തിൽ നിന്ന് ആരും പോകത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ആളുകൾ ഈ മറ്റു മതത്തിൽ നിന്നും കൈയടിക്കാനും മറ്റും പ്രോത്സാഹിപ്പിക്കാനും കിട്ടും. അപ്പോൾ ഹൈന്ദവ രീതിയും കത്തോലിക്ക രീതിയും ഒന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒന്ന്, അമ്പലത്തിൽ ഉത്സവമുണ്ട്. ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭയിലും എന്തുണ്ട്? പെരുന്നാളുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തുള്ളിച്ചാടി ആനയും കണ്ട് അമ്പാരിയും കണ്ട്, ഞങ്ങളുടെ ഈ കുറവിലങ്ങാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തിൽ 3 നോയമ്പുണ്ട്. അവിടുത്തെ പെരുന്നാൾ 3 നോയമ്പാണ്. അതിന് യോനയുടെ കപ്പൽ ഇറങ്ങുകയും അതുപോലെ തന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ആനയെ കൊണ്ടുവരികയും മുത്തിക്കട കൊണ്ടുവരികയും എന്നിട്ട് ആ പള്ളിയുടെ പുറയിൽ ആനവായിൽ ചക്കര കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം നേരത്തെ ഈ ഉപവാസത്തെക്കുറിച്ചുള്ള തൻ്റെ പഠിപ്പിക്കലുകളിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ഉപവാസം ഇരുന്ന് എൻ്റെ അൾസർ പിടിച്ചു, വയറൊക്കെ ആകെപ്പാട്. അതിനൊരു നല്ല മരുന്നുണ്ട്. അടുത്ത ഫെബ്രുവരി മാസം നടക്കുന്ന കുറവലങ്ങാട്ട് പെരുന്നാളിന് പോയാൽ കൊച്ചുപള്ളി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. വലിയ പള്ളിയുടെ തൊട്ട് പുറയിലാണ് കൊച്ചുപള്ളി. അവിടെയാണ് ഈ ആന 3 എണ്ണം അണിനിരന്ന് നിൽക്കും. അത് ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആനയാണ്. എല്ലാം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആനയുടെ വായിൽ ശർക്കര കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, ശർക്കര. അപ്പോൾ ആനപ്പാപ്പൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ ശർക്കര ആനയുടെ വായിലേക്ക് കൊടുക്കും. വായിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ നാക്കൽ ഇങ്ങനെ തൊടിയിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈളയൊക്കെ ഈ ശർക്കരയിൽ പറ്റും. ഈ ഈളയോട് കൂടെ ഉടൻ തന്നെ ഈ ശർക്കര ഭക്തൻ ഭക്ഷിച്ചാൽ ഉദരരോഗങ്ങൾ മുഴുവൻ മാറുമെന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈളയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗം സൗഖ്യമാകും. അതുകൊണ്ട് സജിത്ത് നേരെ പോകണം. ഇനി ആരെയും ഒന്ന് പേടിക്കാനില്ലല്ലോ. പെന്തക്കോസ്തുകാർ, അവിടെയുള്ള പെന്തക്കോസ്തുകാർക്കൊക്കെ താങ്കളെ അറിയാമെങ്കിലും അവർ ഈ പ്രഖ്യാപനത്തോടു കൂടെ ഒന്നും പറയത്തൊന്നുമില്ല. നിങ്ങൾ പോവുക. എനിക്ക് തോന്നുന്നു 10 രൂപ ഏതാണ്ട ഒരെണ്ണത്തിന്. നിങ്ങളൊരു 4-5 എണ്ണം എങ്കിലും എന്ത് ചെയ്യണം? അത് വാങ്ങിക്കണം. ഈള നല്ലപോലെ അത് ഇങ്ങനെ പറ്റിച്ചു തരാൻ ആനപ്പാപ്പനോട് അത് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലപോലെ പഠിച്ചു തരും. നിങ്ങളുടെ അൾസറും പോകും, ഉദരരോഗങ്ങളെല്ലാം അത് പോകും. അതുകൊണ്ട് പെരുന്നാളിന് നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി പോകാം. 2, അമ്പലത്തിൽ വെടിക്കെട്ട്, പള്ളിയിലും വെടിക്കെട്ട്, ഇടത്ത പള്ളിയിലും അതുപോലെ കുറവലങ്ങാട്ട് പള്ളിയിലും ഒക്കെ പോയി വെടിക്കെട്ടുമൊക്കെ കുടുംബസമേതം സഹോദരിയും അത് പിള്ളേരുമായിട്ടൊക്കെ അവരൊക്കെ കണ്ടു കാണത്തില്ല. ഇതുവരെ ഈ പെന്തക്കോസിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് നിൽക്കില്ലായിരുന്നു. നല്ലപോലെ ഒന്ന് പോയി മുന്നിൽ നിന്ന് കാണണം എന്നാണ്. ഈ ശബ്ദം ഇപ്പം കുറച്ചൊക്കെ ശബ്ദമൊക്കെ കുറച്ചു, ബാക്കിയുള്ളതൊക്കെ നല്ലതാണ്, കാണാൻ നമുക്ക് നല്ല രസകരമാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകണം എന്ന് ഓർപ്പിക്കണം. ഇനി അടുത്തത് അമ്പലത്തിൽ നിലവിളക്ക്. നിങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പലിനും ഉണ്ടായിരുന്നല്ലോ നിലവിളക്ക്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടില്ല. അതൊക്കെ നമുക്ക് അവിടെയും ഉണ്ട്, പള്ളിയിലുമുണ്ട്. അമ്പലത്തിൽ മണിയടി
പള്ളിയിലും എന്തുണ്ട്? മണിയടി. അമ്പലത്തിൽ വിവിധ ദൈവങ്ങൾക്ക് നേർച്ച, പള്ളിയിൽ വിവിധ മധ്യസ്ഥന്മാർക്ക് നേർച്ച. പിന്നെ ഒരു കാര്യം, ഈ കത്തോലിക്കയിലൊക്കെ കൂടിയത് കൊള്ളാം, പിന്നെ നീ ഈ സ്വോത്രപാത്രം എടുത്തുകൊണ്ട് പണപിരിവിനൊന്നും എന്ത് ചെയ്തേക്കല്ലേ, പോയേക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുക. ഇനി 6 ഹിന്ദുക്കൾക്ക് മുക്കിന് കാണിക്ക മണ്ഡപം, പള്ളിയുടെ കീഴിൽ മുക്കിന് കുരിശൻ തൊട്ടി. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ആര് പോയിരിക്കുന്നത്? ഈ സജിത്ത് കണ്ണൂർ പോയിരിക്കും. അമ്പലത്തിൽ വിഗ്രഹങ്ങൾ, പള്ളിയിലും വിഗ്രഹങ്ങൾ. അപ്പം വിഗ്രഹങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ നാടുകളിലെ പ്രസംഗങ്ങളൊക്കെ വിട്ട് ഇപ്പോൾ ഏത് വിഗ്രഹത്തെയും തൊട്ടുമുട്ടാനുള്ള അവകാശം ലഭിച്ചിരിക്കുക. അപ്പം ഈ കുറവിലങ്ങാട്ടൊക്കെ പോകുമ്പോൾ അവിടെ 4-ാം നൂറ്റാണ്ടിൽ ദൈവമാതാവ് വന്ന്, അവിടുത്തെ മാതാവിന് ഇട്ടിരിക്കുന്ന പേര് മുത്തിയമ്മ എന്ന. അപ്പം മുത്തിയമ്മ വന്ന് ഇടയന്മാർക്ക് ഈ വെള്ളം കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അത്ഭുത ഉറവയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്വല്പം പൈസയൊക്കെ ഇട്ട് ആ അത്ഭുത ഉറവയിൽ നിന്നും സ്വല്പം വെള്ളമൊക്കെ കുടിക്കണം. എന്നിട്ട് ആ മാതാവിനെ ഒന്ന് തൊട്ട് വണങ്ങുന്നതൊക്കെ സൈത്യത്തിന് ഇനിയും നല്ലതാണ് അവിടെ നിൽക്കണമെങ്കിൽ. അമ്പലത്തിൽ ദേവസ്ത്രീകൾ, പള്ളിയിൽ കന്യാസ്ത്രീകൾ. അമ്പലത്തിൽ ബഹുദൈവാശ്രയം, പള്ളിയിൽ ബഹു മധ്യസ്ഥ ആശ്രയം. വിവിധ ദൈവങ്ങളുടെ നാമത്തിലുള്ള അമ്പലങ്ങൾ പണിയുന്നു, വിവിധ മധ്യസ്ഥന്മാരുടെ നാമത്തിൽ പള്ളി പണിയുന്നു. ഹിന്ദുക്കൾക്ക് കല്യാണത്തിന് താലി കെട്ടുന്നു, പള്ളിക്കാർ കല്യാണത്തിന് മിന്നു കെട്ടുന്നു. ഹിന്ദുക്കൾ അടിയന്തരം ആഘോഷിക്കുന്നു, റോമ മതക്കാർ ഒരാണ്ട് അല്ലെങ്കിൽ അടിയന്തരം ആഘോഷിക്കുന്നു. ഹിന്ദുക്കൾ വിവാഹത്തിന് കോടിമന്ത്രം കൊടുക്കുന്നു, റോമൻ മതക്കാർ കല്യാണത്തിന് മന്ത്രകോടി കൊടുക്കുന്നു. അമ്പലത്തിലെ പ്രധാന വിഷയം സർപ്പം, മെത്രാന്മാരുടെ കയ്യിലെ വടിയുടെ അറ്റത്ത് നാക്ക് നീട്ടിയിരിക്കുന്ന സർപ്പം. പിന്നെ പഴയ കാലത്ത് ഈ അമ്മച്ചിമാരുടെയൊക്കെ മിന്നി നോക്കിയാൽ അതും സർപ്പം. ഹിന്ദുക്കളുടെ നോയിമ്പിന് ഇറച്ചി, മീൻ, മുട്ട, പാൽ ഇവ ഒന്നും പാടില്ല. കത്തോലിക്കരുടെ നോയിമ്പാണല്ലോ ഇപ്പം നടക്കുന്നത്. അവരും ഇതുപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട, പാൽ ഉപയോഗിക്കുന്നില്ല. ഹിന്ദുക്കൾ ശബരിമല കയറുന്നു, റോമൻ മതക്കാർ മുത്തപ്പൻ മല കയറുന്നു. മലയാറ്റൂരിലെ തോമാശ്ലീഹായുടെ അവിടുത്തെ പള്ളിയിൽ അത് കയറുന്നു. ഹിന്ദുക്കളുടെ ദൈവങ്ങൾ പുലിപ്പുറത്തും എലിപ്പുറത്തും വരുന്നു. റോമക്കാരുടെ മധ്യസ്ഥന്മാർ കുതിരപ്പുറത്ത് വരുന്നു. എർത്താപ്പള്ളിയിലെ ഗീവറീസ്. ഹിന്ദുക്കൾ മുഹൂർത്തം, ലക്ഷണം ഇവ നോക്കുന്നു, റോമക്കാരും ഇത് തന്നെ നോക്കുന്നു. ഹിന്ദുക്കൾ രുദ്രാക്ഷമാല ധരിക്കുന്നു, റോമാക്കാർ കൊന്ത ധരിക്കുന്നു. ഹിന്ദുക്കൾ തീ കലശമുണ്ട്, റോമാക്കാർക്ക് ധൂപക്കുറ്റിയുണ്ട്. അപ്പോൾ പോയിരിക്കുന്ന സ്ഥലം എന്തും ഏതും പാരമ്പര്യമാണ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിവിട്ടേച്ചാൽ മതി. ഭയങ്കരം വിജയിക്കുന്ന ഒരു ഇടത്തേക്കാണ് ആര് പോയിരിക്കുന്നത്? സജിത്ത് കണ്ണൂരും കുടുംബവും പോയിരിക്കുന്നത്. ഇനിയും ഒരു ലോഹയും കൂടെ തയ്പ്പിച്ച് ഇടണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ലോഹയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞെന്നാ ഞാൻ കേട്ടത്. ഈ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ നീല അങ്കി ധരിച്ചിരിക്കുന്നത്. എൻ്റെ സ്നേഹിത, അതൊക്കെ കർത്താവ് സ്വർഗത്തിലെ കാര്യമായി പറയുന്നത്. സ്വർഗത്തിൽ തങ്കത്തെരുവിലൂടെയാണ് നടക്കുന്നത്. തേജസ്കരിക്കപ്പെട്ട ശരീരമാണോ നിങ്ങളുടേത്? നിങ്ങൾ ധരിച്ചോ? നീലയങ്കി ധരിച്ചു. യേശുവിന് പ്രത്യേക വസ്ത്രധാരണമൊന്നുമില്ലായിരുന്നു. അത് മനസ്സിലാക്കുക. യേശുവിന് പ്രത്യേക യഹൂദനിൽ നിന്നും വ്യത്യസ്തമായ ഒരു വസ്ത്രധാരണവുമില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നീലയങ്കി ധരിച്ച് നടക്കുന്ന അങ്ങേരെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞേച്ചാൽ മതിയായിരുന്നു. യേശു ക്രിസ്തു യഹൂദനെ പോലെ വസ്ത്രം ധരിച്ച് നടന്നിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് അത് കഴിയും. അതുകൊണ്ട് ഒരു അച്ഛനായിട്ട് ഇപ്പം വേറൊരു കാര്യമുണ്ട്, അച്ഛന്മാർ മുറിവിളി കൂട്ടിക്കൊണ്ടിരിക്കുക വിവാഹം കഴിക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ കത്തോലിക്ക മതത്തിന് മാറ്റങ്ങൾ വരുത്താമല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദൈവസഭയ്ക്ക് മാത്രം അങ്ങനെ മാറ്റം വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ മാറ്റം വരുത്താവുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കും ആദ്യത്തെ കുടുംബ അച്ഛൻ. ഒരു ലോകയൊക്കെ ഇട്ട് ഭാര്യയും പ്രിങ്കിണിയുമായിട്ട് അത് സ്തോത്രം അൾത്താരെ കയറി എന്ത് ചെയ്യുക, കുർബാനയൊക്കെ ചെല്ലുന്ന ഒരു രീതിയിലേക്ക് ചിലപ്പോൾ കത്തോലിക്ക മതം മാറി എന്ന് വന്നേക്കാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അത് സ്തോത്രം. അതുകൊണ്ട് ഈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ പാരമ്പര്യ, ഇത് ഒരു പാരമ്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്യാം. കാരണം ദൈവവചനം
229 പുരോഹിതന്മാർ മാത്രം വായിക്കത്തക്ക രീതിയിൽ സാധാരണപ്പെട്ടവന് ബൈബിൾ നിരോധിച്ചിരുന്നല്ലോ. എന്നാണെന്നറിയാവോ? AD 1229 വലൻസിയൻ കൗൺസിലിൽ വെച്ചാണ് ബൈബിൾ നിരോധിച്ചത്. നിരോധിക്കപ്പെട്ട പുസ്തകമായിരുന്നു. അതുകൊണ്ട് എന്തും ഏതുമൊക്കെ പാരമ്പര്യമെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കാം. ഈയിടെ ഈ ദാനിയേൽ പൂവനത്തിൽ ഇപ്രകാരം അത് പറയുന്നത് ഞാൻ കേട്ടു. ഞങ്ങളാണ് ബൈബിള് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ഞങ്ങളെ തെരുവിളിക്കുക. എൻ്റെ അച്ഛ, വിവരമുണ്ടോ? നിങ്ങൾ സഭ തുടങ്ങിയത് AD 313. അതിനു മുമ്പ് വിശുദ്ധ വേദപുസ്തകമുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അത് എബ്രായ, ഗ്രീക്ക് ഭാഷകളിൽ, അരാമ്യ ഭാഷകളിൽ അത് എഴുതപ്പെട്ടിരുന്നു. അത് മോഷ്ടിച്ചൊണ്ടും പോയിട്ട് പറയുക, ഞങ്ങൾ വേണ്ടി വന്നാൽ കേസ് കൊടുക്കും. ഇങ്ങനെ അത് വ്യാഖ്യാനിക്കുന്നവരെ ഞങ്ങൾ കേസ് കൊടുത്ത് അകത്താക്കും. ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്. വിവരക്കേട് പറയരുത് എൻ്റെ അച്ഛ. അത് അടുത്ത ദിവസം ഞാൻ അതിനെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ച് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളാണ് ആദ്യമുണ്ടായതെന്നും സഭ രണ്ടാമതാണ് ഉണ്ടായതെന്നും എഴുതിക്കൊണ്ടിരിക്കുക. വിഗ്രഹ ആരാധനയെക്കുറിച്ച് 2 പുസ്തകങ്ങൾ പുറത്ത് അത് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഭാഗം പിന്നീട് ഞാൻ അത് രേഖപ്പെടുത്തുന്നതായിരിക്കും. ഈ വിട്ടിത്തരമൊക്കെ പറയാതെ ബൈബിളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ചുമ്മാ നിർമ്മിത കഥകളായിരിക്കുന്ന നമ്മൾ വായിക്കുന്ന ഇങ്ങനെ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 പത്രോസ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ച നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. നിർമ്മിത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ അച്ഛനും ആളുകളും ഒക്കെ ഇങ്ങനെ തട്ടി അത് ദൈവത്തിൻ്റെ വചനത്തെ കോട്ടി മാറ്റിക്കളയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല. പിന്നെ ഞങ്ങൾ എന്തുവാ ചെയ്യുന്നത്? അടുത്തത്, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. പത്രോസിനെ പോലെ തിരുവചനത്തിൻ്റെ അകത്തെ സത്യങ്ങളാണ് ഞങ്ങൾ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹിതരെ, ഈ ലൈവ് ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പിന്മാറിപ്പോകരുത്. തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. ബൈബിൾ വായിക്കണം. ബൈബിളാണ് ആധികാരികമായിട്ട് നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന അതേ സ്തോത്രം നിയമപുസ്തകം. ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. മാറിയാൽ തീർന്നു. അതേ സ്തോത്രം യോശുവയുടെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോഴത്തേക്കും അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. വചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ വായിക്കണ്ട, എങ്കിലും അതിനൊരു അടിസ്ഥാനമായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് 3 മുതൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടെ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കിയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും. ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. അടുത്തത്, ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടത്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ എന്ത് ചെയ്യരുത്? മാറരുത്. എന്നെ കേൾക്കുന്ന, ലൈവ് ശ്രദ്ധിക്കുന്ന സകലമായ മനുഷ്യരോടും പറയുകയാണ്, ഈ തിരുവചനം വിട്ട് ഇത് വലത്തോട്ടോ ഇടത്തോട്ടോ പുറകോട്ടോ മാറാതെ ഈ തിരുവചനം ധ്യാനിച്ച് മാനിച്ച് അതിന് ബഹുമാനം കൊടുത്ത് മുൻപോട്ട് പോകുന്നുവെങ്കിൽ അതേ സ്തോത്രം നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ അത് കാണപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അല്ലാതെ വല്ലോ ഉപദേശങ്ങളിൽ തെറ്റിപ്പോകുന്നവരായി തീരാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം.
ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് തുടർന്ന് ഞാൻ എന്തുകൊണ്ട് കത്തോലിക്ക മതം വിട്ടു എന്നുള്ളത് അത് വ്യാഴാഴ്ച കർത്താവിന് ഒരു താമസിക്കുന്നുവെങ്കിൽ രേഖപ്പെടുത്താം. അദ്ദേഹം കത്തോലിക്ക മതത്തിലേക്ക് തിരിച്ചു എന്നുവെങ്കിൽ ഞാൻ കത്തോലിക്ക വിട്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ അത് പറയുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് രാത്രിയിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കിയല്ലോ. കർത്താവേ, ഈ സത്യ ഉപദേശത്തിന് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ എല്ലാവരെയും, ഈ കേൾക്കപ്പെടുന്ന എല്ലാവരെയും ഇടിയാക്കുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരുമാറാകണമേ. അവരുടെ ഹൃദയത്തെ തുറക്കണമേ. അത് വചനം കേട്ട ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ, നിർമ്മിത കഥകൾ കേട്ടിട്ടല്ലല്ലോ അതേ സ്തോത്രം ലുദിയായുടെ ഹൃദയം തുറന്നത്, ദൈവവചനം കേട്ട് അതേ സ്തോത്രം അവളുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ വചനം കേട്ട ഹൃദയങ്ങളെ തുറന്ന് കർത്താവിൽ വിശ്വസിക്കുവാൻ കർത്താവ് കൃപ തരുമാറാകണമെന്ന് ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു വേദി അതേ സ്തോത്രം ഒരുക്കുന്ന സാംസ് ടിവിയെയും അതേ ഷാജി ബ്രദറിനെയും കുടുംബത്തെയും ധന്യമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകണം എന്ന് ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. പ്രാർത്ഥനകർത്തനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ പ്രാർത്ഥന അത് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അതേ സ്തോത്രം. അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നിടം വരെ നമുക്ക് അതേ സ്തോത്രം ദൈവസന